വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവവചനപ്രകാരം നമ്മൾ കൂടുതൽ ആഴത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോകുമ്പോൾ ലേഖനങ്ങളിലൂടെ നമുക്ക് കാണപ്പെടാൻ പറ്റുന്ന 5 കിരീടങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനിട വരാം. അതിൽ ഒന്നാമത്തെ കിരീടമാണ് 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വചനഭാഗത്ത് വാടാത്ത കിരീടം. അതിന്റെ അർത്ഥം വാടുന്ന കിരീടം ഉള്ളത് കൊണ്ടാണ് വാടാത്ത കിരീടത്തെക്കുറിച്ച് പറയാൻ ഇടവന്നത്. അവിടെ പൗലോസ് പറയുന്നുണ്ട്, ഒരു ഒളിമ്പിക്സ് മത്സരത്തിന് വിജയിയായവർക്ക് വാടുന്ന കിരീടമാണ് കൊടുക്കുന്നതെങ്കിൽ കർത്താവിന് വേണ്ടി വർജനം പ്രാപിച്ച് അതിൽ വിശുദ്ധിയും വേർപാടോടും കൂടെ ജീവിക്കുന്ന ദൈവമകന് കൊടുക്കുന്ന കിരീടമാണ് വാടാത്ത കിരീടം. ഇത് നമ്മൾ ദൈവസന്നിധിയിൽ വിശുദ്ധരായിരിക്കണമെന്നുള്ള ഏറ്റവും വലിയൊരു സൂചനയാണ് കർത്താവ് അവിടെ നമ്മോട് പറയുന്നത്. രണ്ടാമതായി നമ്മോട് പറയുകയാണ് പ്രശംസയുടെ കിരീടം. 1 തെസ്സലോനി ലേഖനം 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വചനത്തിലാണ് പ്രശംസയുടെ കിരീടത്തെ കുറിച്ച് പറയുന്നത്. അത് ആത്മാക്കളെ നേടുന്നവർ ഒത്തിരി പ്രശംസിക്കപ്പെടുവാൻ ഇടവരും. യേശു ക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി ഏറ്റെടുത്ത നമ്മൾ വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്ന, അല്ലെങ്കിൽ വാടാത്ത കിരീടം ചൂടി വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നവർക്ക് അടുത്ത പ്രശംസയുടെ ഒരു കിരീടത്തിലേക്കുള്ള അവന്റെ അടുത്ത പടിയാണ് ആത്മാക്കളെ നേടുന്നത്. യേശു കർത്താവ് ദൈവമാണെന്ന് അവരോട് പറയുകയും ദൈവത്തിന്റെ പ്രവൃത്തി അവരുടെ മേൽ ഇടപെടുന്നതും അവർക്ക് അനുഭവപ്പെടുന്ന ഒരു വിധം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ അവർ വിശ്വാസത്തിലേക്ക് വരും. പൗലോസിന്റെ വിശ്വാസ പ്രഖ്യാപനവും പൗലോസിന്റെ ശുശ്രൂഷയൊക്കെ അങ്ങനെയായിരുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട്, ദൈവത്തിന്റെ ഇടപെടൽ കണ്ട് ആ ഒരു പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ കർത്താവ് കൊടുക്കുന്ന ഒന്നാണ് പ്രശംസയുടെ, ആത്മാക്കളെ നേടുന്നവർക്ക് കൊടുക്കുന്ന കിരീടം. മൂന്നാമതായി നീതിയുടെ കിരീടം. അത് 2 തെസ്സലോനി ലേഖനം 4:8 പറഞ്ഞത്. ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും ലഭിക്കുന്ന കിരീടമാണ്. കാരണം അവന്റെ ലക്ഷ്യം ലോകത്തിലുള്ള ഒന്നുമല്ല. യേശു ക്രിസ്തു വരാനിരിക്കുന്ന യേശു ക്രിസ്തുവിനെ, വിശ്വാസത്തിന്റെ നാഥനും പൂർത്തി വരുത്തിയവനുമായ യേശുവിനെ നോക്കി കണ്ട് പ്രാർത്ഥിച്ച് അവന്റെ കൂടെ ഇരിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു കിരീടമാണ് നീതിയുടെ കിരീടം. നാലാമതായി ജീവകിരീടത്തെ കുറിച്ച് യാക്കോബ് 1:12 വെളിപ്പാട് 2:10 പറയുന്ന ആ ജീവകിരീടം വിശ്വാസത്തിന്റെ പേരിൽ പരീക്ഷയും പരിഹാസവും ഒറ്റപ്പെടുത്തലും അതിന്റെ അർത്ഥം ക്രിസ്തുയേശുവിന് വേണ്ടി സഹിക്കുന്നവർക്ക് കൊടുക്കുന്ന കിരീടമാണ് ജീവന്റെ കിരീടം. ജീവൻ വെച്ചിട്ടുള്ള ഒരു കളിയാണ്. കർത്താവിന് വേണ്ടി ജീവൻ ഉരിഞ്ഞു കൊടുക്കാൻ മടിയില്ലാതെ ഇറങ്ങിത്തിരിച്ചവർക്ക്, രക്തസാക്ഷികൾ ആയവർക്കൊക്കെയുള്ള ഒരു കിരീടമാണ് ജീവന്റെ കിരീടം. ഈ കിരീടം ക്രിസ്തുവിനെ പിൻപറ്റുന്നവർക്ക് മാത്രമുള്ളതാണ്. ഏറ്റുപറഞ്ഞ് അവന്റെ പിന്നാലെ നടക്കുന്നവർക്ക് ലഭിക്കുന്ന കിരീടം. അഞ്ചാമത്തേതാണ് തേജസ്സിന്റെ കിരീടം. 1 പത്രോസിന്റെ 5:4 അധികാര നേതൃത്വത്തിന്റെ ഭാവമൊന്നുമില്ലാതെ ആട്ടിൻകൂട്ടത്തെ ഭയങ്കര സൗമ്യതയോടെ, കരുതലോടെയും സൂക്ഷ്മതയോടെയും പരിപാലിക്കുന്നവർക്ക് കൊടുക്കപ്പെടുന്ന കിരീടമാണ് തേജസ്സിന്റെ കിരീടം. അത് ദൈവീക തേജസ്, ദൈവത്തിന്റെ അനുഭവവും കൃപയും അനുഭവിച്ച് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു അനുഭവം ഉള്ളവർക്ക് കൊടുക്കുന്ന കിരീടമാണ് തേജസ്സിന്റെ കിരീടം. അത്
അനുഭവിച്ച പത്രോസ് ഉണ്ടായിരുന്നു. ഇന്ന് അനേകം ദൈവദാസന്മാർ അത് അനുഭവിക്കുന്നുണ്ട്. കാരണം തേജസ്സിന്റെ കർത്താവിനെ പ്രാപിച്ചുകൊണ്ട് ഈ തേജസ്സിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകാൻ കർത്താവ് കൊടുക്കുന്ന ഒരു വരം, പ്രിയമുള്ളവരെ, അതെങ്ങനെയാണെന്നറിയാമോ? മാതൃകയുള്ള ഒരു സുവിശേഷകൻ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവിൽ അധ്യക്ഷരായി വെച്ചിരിക്കുന്ന സകല ആട്ടുംകൂട്ടത്തെയും മേയ്ക്കുന്നവർക്കായി ദൈവം ഒരുക്കിയ കിരീടമായത്. ദൈവത്തിന്റെ സഭയെ മേയ്പ്പാനായിട്ട് ഈ 5 കിരീടവും ദൈവത്താൽ വിശുദ്ധിയോടെ വിളിക്കപ്പെടുന്ന ദൈവമക്കൾക്കായി ദൈവം ഒരുക്കിയതാണ്. എൻ്റെ ശുശ്രൂഷയ്ക്കൊത്തവണ്ണം ഞാൻ കർത്താവിന്റെ സന്നിധി വിശ്വസ്തനാണെങ്കിൽ, എൻ്റെ വിളിക്കൊത്തവണ്ണം ഞാൻ ഉത്തരം കൊടുത്ത് കടന്നു പോകുന്നവനാണെങ്കിൽ, ദൈവം അവൻ ഒരുക്കിയിരിക്കുന്ന കിരീടം നമുക്ക് വെച്ച് അവൻ ഒരുക്കിയ സ്ഥലത്ത് നമ്മെ കൊണ്ടുപോയി ഇരുത്തും. അതിനായി നമ്മൾ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. കർത്താവിന്റെ കൃപ നമ്മുടെ ഓരോരുത്തരുടെ മേൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.